ഹലോ ഓൾ, എല്ലാവർക്കും വ്യൂവേഴ്സ് ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്യുവർ മൊഡാ സിൽക്കിൽ വന്നിരിക്കുന്ന കട്ട് പീസസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതിൽ 2.5 മീറ്ററിൻ്റെ കട്ട് പീസും ഉണ്ട്, 1 മീറ്റർ അല്ലെങ്കിൽ ബിലോ 1 മീറ്റർ അങ്ങനത്തെ കട്ട് പീസും ഉണ്ട്. പിന്നെ പ്ലെയിൻ റണ്ണിങ് ഫാബ്രിക്കും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 280 ആണ്. അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് അല്ല. അപ്പോൾ 1000 എബോ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്, ഇല്ലെങ്കിൽ 40 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു 80 സെൻറ്റിമീറ്ററിൻ്റെ ഫാബ്രിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്ന ഇതേപോലെ അജ്രക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ള ഗ്രീൻ ഫാബ്രിക്കിൽ വരുന്നതാണ്. 6 ആക്ക് പാറ്റേൺ ആണ്. ഇതും 80 സെൻറ്റിമീറ്ററാണ്. റേറ്റ് വരുന്നത് 450 ആണ്. വേണമെന്നുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത്, അപ്പോൾ ഇതേപോലത്തെ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ സാരിയിലൂടെ വേണമെങ്കിൽ ഇതൊരു ബ്ലൗസായിട്ട് എടുക്കാം. അപ്പോൾ പ്ലെയിൻ സാരി ആയിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഇതേപോലെ ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു ഫാബ്രിക്കാണ്. ഇത് 1 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 480 ആണ്. നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ്. ക്രോപ്പ് ടോപ്പോ ബ്ലൗസോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ്. നെക്സ്റ്റ് വരുന്ന ബ്ലാക്കിൽ ഇതേപോലെ ബദാം ബുട്ട പാറ്റേൺ വരുന്നതാണ്. ഇതും പ്രോപ്പർ 1 മീറ്റർ ഉണ്ട്. റേറ്റ് വരുന്നത് 480 ആണ്. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ പോൾക്ക ഡോട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. റെഡിൽ ഇതേപോലെ പോൾക്ക ഡോട്ട്. ഇപ്പോൾ ക്രിസ്മസ് തീമായിട്ടൊക്കെ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. മിനിമം കട്ടെന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ 1 മീറ്റർ തൊട്ട് എത്ര മീറ്റർ വേണോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്റർ. നെക്സ്റ്റ് വരുന്ന ഡാർക്ക് റസ്റ്റ് റെഡ് ഷെയ്ഡിൽ ഇതേപോലെ ഒരു ലോട്ടസ് പ്രിൻറ്റ് വരുന്നതാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ് ചെയ്തത്. അപ്പോൾ ഇത് 2.5 മീറ്ററിൻ്റെ കട്ട് പീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1200 ആണ്. അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഒരു ബർഗണ്ടി ഷെയ്ഡിൽ ഇതേപോലെ ഓതൻറ്റിക് അജ്രക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇതും 2.5 മീറ്ററിൻ്റെ കട്ട് പീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1200 ആണ്. അപ്പോൾ വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കളറെന്ന് പറയുന്ന ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്ന ഒരു പ്ലെയിൻ ഫാബ്രിക്കാണ്. ഇതൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. പ്ലെയിൻ ഫാബ്രിക്. ഇത് 2.5 മീറ്ററിൻ്റെ കട്ട് പീസാണ്. ബിഗ് റെഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 800 ആണ്. 2.5 മീറ്ററിന് 800 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റോൾ വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സ്റ്റോളാണ്, ദുപ്പട്ടയല്ല, സ്റ്റോളാണ്. അപ്പോൾ സ്റ്റോളും ടോപ്പുമായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെൻഷൻ ചെയ്യുക. സ്റ്റോളിന് സെപ്പറേറ്റ് റേറ്റാണ്. പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ 2.5 മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് 800 ആണ്. നെക്സ്റ്റ് വരുന്നത് പ്ലെയിൻ ഫാബ്രിക്കിൽ നല്ല ഡാർക്ക് ഗ്രീനാണ് വരുന്നത്. ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഡാർക്ക് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത്. 2.5 മീറ്ററിൻ്റെ കട്ട് പീസാണ്. റേറ്റ് വരുന്നത് 800 ആണ്. എബോവ് 1000 പർച്ചേസ് മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ 1000 എബോവ് വരുവാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്ന മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ ഫാബ്രിക്കാണ്. ഇത് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതേപോലത്തെ സ്റ്റോൾ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഗ്രീനിൽ വരുന്ന സ്റ്റോളാണ്. യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പ്ലെയിൻ ഫാബ്രിക്കിൽ ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഇതും നമുക്ക് അത്യാവശ്യം മീറ്റേഴ്സ് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 320 പെർ മീറ്റർ ആണ്. അപ്പോൾ ഇത്രയും ഫാബ്രിക്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേതെങ്കിലും വേണമെന്നുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.